കാറ്റത്ത് കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഹരീഷും കൂട്ടരും തറവാട്ടമ്പലത്തിലേക്ക് പോയതറിഞ്ഞ് നീതുവിന്റെ വിവാഹം നടത്താൻ ഒരുങ്ങുകയാണ് അഖിലും വീട്ടുകാരും. അഖിലിന്റെ ഫ്രണ്ടാണ് വരൻ. അച്ഛനെയും അമ്മയെയും വിവാഹത്തിന് സമ്മതിപ്പിച്ച് നീതുവിനെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി പറഞ്ഞ് അവിടുന്ന് പോവുകയാണ് അഖിൽ. സീത തന്ത്രപൂർവ്വം ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക പൂജ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നീതുവിനെ സാരിയൊക്കെ ഉടുപ്പിച്ച് അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. അങ്ങനെ അവർ നീതുവിനെയും കൊണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തുകയാ. അവരുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കണ്ട് എന്താ രണ്ടുപേർക്കും പെട്ടെന്നൊരു സ്നേഹം തോന്നാൻ. ക്ഷേത്രത്തിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു വരുന്നുണ്ടല്ലോ, നിങ്ങൾ അത്തരത്തിൽ അമ്പലത്തിലേക്കൊന്നും കൂട്ടിക്കൊണ്ടുവരുന്ന ആൾക്കാരല്ലല്ലോ. ഒന്നിച്ചതുപോലെ ക്ഷേത്രത്തിലേക്ക് കുടുംബത്തോടൊപ്പം പോയത് എനിക്ക് ഓർമ്മയേ ഇല്ല എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ടെങ്കിലും അവർ മറുപടി ഒന്നും പറയാതെ പരിഭ്രമത്തോടെ നിൽപ്പാ. അത് കണ്ട് നീതുവും ഞാൻ ചോദിച്ചതിനൊന്നും നിങ്ങൾ മറുപടി പറയുന്നില്ലല്ലോ, പരിഭ്രമത്തോടെ നിൽക്കുന്ന പോലെ തോന്നുന്നു. എന്തെങ്കിലും പ്ലാനോട് കൂടിയാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അമ്പലത്തിൽ കൊണ്ടുവന്ന് അങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുമോ എന്നവൾ സംശയത്തോടെ ചോദിക്കുന്നയാൾക്ക് ചുമ്മാ ഓരോന്ന് വളച്ചു കെട്ടി പറയണ്ട. അമ്പലത്തിൽ വരുന്നത് പ്രാർത്ഥിക്കാനാ, ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വാ എന്ന് പറഞ്ഞ് അമ്മ വിളിക്കുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പ്ലാൻ ഒന്നും ഇല്ലെന്നാണോ? നിങ്ങളെ വിശ്വസിക്കാമോ എന്ന് നീതുവും ചോദിക്കുക. ആദ്യം നീ ഒന്ന് വാ, വന്ന് പ്രാർത്ഥിക്കെന്ന് പറഞ്ഞ് അമ്മയും അച്ഛനും അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങനെ അവർ 3 പേരും ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയാ. നീതു കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നുണ്ട്. ഭഗവാനെ, എന്റെയും ഹരീഷിന്റെയും കല്യാണം പെട്ടെന്ന് നടക്കണമെന്ന് സീതയും മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. നീതുവിന്റെ കല്യാണം ഒരു തടസ്സവുമില്ലാതെ പെട്ടെന്ന് നടക്കണേന്ന് നീതുവും വീണ്ടും പ്രാർത്ഥിക്കുക. ഇതേ അമ്പലത്തിൽ ഭാര്യയും ഭർത്താവുമായി ഞങ്ങൾ 2 പേരും വരും. ഇത് നടത്തി തരികയാണെങ്കിൽ വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തോളാം. പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം നല്ല രീതിയിൽ നടക്കണമെന്ന് അവളുടെ അച്ഛനും പ്രാർത്ഥിക്കുകയാ. അപ്പോഴാണ് അഖിൽ അങ്ങോട്ട് വന്ന് അമ്മ എന്ന് വിളിക്കുന്നത്. എന്നെ കണ്ട് നീതുവും ഞെട്ടലോടെ ഇവനെന്താ ഇവിടെ എന്ന് ചോദിച്ച് അമ്മയെയും അച്ഛനെയും സംശയത്തോടെ നോക്കുകയാ. ഈ അമ്പലത്തിൽ കൊണ്ടുവന്ന് പൂജയും മന്ത്രവും എല്ലാം നടത്തി എന്റെ മനസ്സ് മാറ്റാനാണോ പ്ലാൻ? അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഹരീഷിനെ മറക്കുമെന്നാണോ? പൂജയും മന്ത്രവും ഒന്നും നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. അമ്പലത്തിൽ വന്നും ഇങ്ങനെയുള്ള ദുഷ്പ്രവൃത്തികളെല്ലാം ചെയ്യാൻ ഒരുങ്ങുകയാണോ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുക. എന്താടി നിന്റെ പ്രശ്നം? നിന്റെ മനസ്സ് മാറ്റാൻ പൂജ ചെയ്യാൻ കൊണ്ടുവന്നതാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അമ്പലത്തിൽ വന്നിട്ടും വായടുത്തരത്തിന് ഒരു കുറവുമില്ലല്ലോ. ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വാടി എന്ന് വിളിച്ച് അവളെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അങ്ങോട്ട് കൊണ്ടുപോയെന്ന് അഖിലും അമ്മയോട് കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുക. എല്ലാം ഞാൻ നോക്കിക്കൊള്ളാമെന്ന് അമ്മ പതിയെ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും നീതുവിനെയും കൂട്ടി കല്യാണ മണ്ഡപത്തിലേക്ക് പോവുകയാണ്. അവിടെ എത്തുമ്പോൾ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളും അഖിലിന്റെ ഫ്രണ്ട് പ്രേം വരന്റെ വേഷത്തിൽ നിൽക്കുന്നതും കണ്ട് ചേട്ടാ, ഇന്ന് നിങ്ങളുടെ കല്യാണമാണോ എന്ന് നീതു ചോദിക്കുക. അവരൊന്നും മിണ്ടാതെ നിൽക്കെ ശരി, പെണ്ണെവിടെ എന്ന് നീതു ചോദിക്കുക. അത് കേൾക്കെ അമ്മയും അഖിലിനോടായി പരിഭ്രമത്തോടെ പറയുന്നുണ്ട്. ഇത് പ്രശ്നമാകുമോ അഖിലേ? ഇവളാണ് കല്യാണ പെണ്ണെന്നറിഞ്ഞാൽ ഇവള് നമ്മെ വെച്ചേക്കുമോ? അതെല്ലാം നമുക്ക് നോക്കാം അമ്മേ. അവളെ തനിച്ചു കൂട്ടിക്കൊണ്ടുപോയി കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാം. അതവൾ കേൾക്കാതിരിക്കില്ല എന്ന് അമ്മയോടായി പറഞ്ഞ അഖിൽ നീതുവിനോടായി നീതു എന്റെ കൂടെ ഒന്ന് വാ എന്ന് വിളിക്കുന്നുണ്ട്. എന്തിന് എന്നവൾ ചോദിക്കേ. വരാനല്ലേ പറഞ്ഞത്, വാ എന്ന് അഖിൽ വിളിക്കേ. വന്നു തുലയ്ക്കാമെന്ന് പറഞ്ഞ് കല്യാണ പയ്യനായ ചേട്ടനോട് ചേട്ടാ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ അവൾ അഖിലിന്റെ കൂടെ പോവുകയാ. അത് കണ്ട് കൂടെയുള്ള ഫ്രണ്ട്സ് പൊട്ടിച്ചിരിക്കുമ്പോഴേക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്താ വട്ടാണോ? ആ ചേട്ടനെ നോക്കി കളിയാക്കി ചിരിക്കുന്നു എന്ന് നീതു ചോദിക്കുന്നുണ്ട്. അതിന് മറുപടിയൊന്നും പറയാതെ അവളെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് സീതയും ചന്ദ്രനും അഖിലുമെല്ലാം. അവളെയും കൊണ്ടവർ മാറി നിൽക്കുമ്പോഴേക്കും എന്താ എല്ലാവർക്കും ഒരു പരിഭ്രമം എന്ന് നീതു ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ അമ്മയും അവളോടായി പറയുന്നുണ്ട്. നോക്ക് നീതു, എന്നോട് നിനക്ക് കുറച്ചെങ്കിലും സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് കേൾക്കുമെന്നാണ് എന്റെ വിശ്വാസമെന്ന്. അതിന് നിങ്ങളോട് എനിക്ക് സ്നേഹവും വിശ്വാസവും ഉണ്ടെന്ന് ഞാൻ എപ്പോ പറഞ്ഞു? അതൊന്നും നിങ്ങളോട് എനിക്ക് തീരെയില്ല. എപ്പോ തൊട്ട് നിങ്ങൾ എന്നെ അടിക്കാനും ടോർച്ചർ ചെയ്യാനും തുടങ്ങിയോ അപ്പോഴേ നിങ്ങളോട് എനിക്കുണ്ടായിരുന്ന ചെറിയ സ്നേഹം പോലും ഇല്ലാതായി. ഇങ്ങനെ ഡ്രാമയൊന്നും കളിക്കാതെ വിഷയത്തിലേക്ക് വാ എന്ന് നീതു പറയെ അഖിലും പറയുന്നുണ്ട്. നോക്ക് നീതു, പ്രേമിന്റെ വിവാഹം നടക്കാൻ പോവുക, അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്ന്. ആ ചേട്ടന്റെ കല്യാണം നടന്ന എനിക്കെന്താ? ഇതിനാണോ നിങ്ങൾ എന്നെ തനിച്ച് വിളിച്ച് സംസാരിക്കുന്നത്? നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്നവൾ ചോദിക്കേ. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കാൻ അറിയില്ലേ നിനക്കെന്ന് അച്ഛൻ അഖിലിനോടായി ചോദിക്കുക. നീതു വീണ്ടും സംശയത്തോടെ എന്താ ഇവിടെ നടക്കുന്നത്? ഈ കല്യാണം കാണാനാണോ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്? ആ ചേട്ടന്റെ കല്യാണമാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ ഇങ്ങോട്ട് വരുമായിരുന്നല്ലോ. അല്ല, കല്യാണ പെണ്ണെവിടെ? ഞാൻ വന്നത് മുതലേ ശ്രദ്ധിക്കുക, കണ്ടില്ലല്ലോ എന്ന് നീതു പറയുക. അപ്പോഴാണ് അഖിൽ ആ സത്യം പറയുന്നത്. നീ തന്നെയാണടി കല്യാണ പെണ്ണെന്ന്. നിന്റെയും പ്രേമിന്റെയും കല്യാണമാണ് നടക്കാൻ പോകുന്നതെന്ന്. അത് കേട്ട് നീതുവും പൊട്ടിച്ചിരിക്കുക. അത് കണ്ട അമ്മയും എന്താടി ചിരിക്കുന്നത്? അവൻ പറഞ്ഞത് സത്യം തന്നെയാ. ആ പ്രേമിന്റെയും നിന്റെയും കല്യാണം കുറച്ചു സമയത്തിനകം നടക്കും എന്നമ്മ പറയുന്നതുകൾക്ക് എന്താ അമ്മേ കളിക്കുകയാണോ എന്നവളും ചോദിക്കുന്നുണ്ട്. അതെ, കളിക്കുകയാ. കല്യാണം നിനക്ക് കളിയാണല്ലോ. ഇങ്ങനെ ചിരിക്കുന്നത് എന്തിനാടി എന്ന് അമ്മ ദേഷ്യത്തോടെ ചോദിക്കുകയാ. അച്ഛനും അവളോടായി പറയുന്നുണ്ട്. എന്തു വന്നാലും ശരി, ആ ഭാസ്കരന്റെ വീട്ടിലേക്ക് നിന്നെ കല്യാണം കഴിപ്പിച്ച് വിടില്ല. ഹരീഷുമായുള്ള നിന്റെ കല്യാണം നടന്നാൽ നമ്മുടെ മാനം പോവും. ഒരാളും നമ്മളെ ബഹുമാനിക്കുകയുമില്ല, തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുകയുമില്ല.
ചേട്ടന്റെ ജീവിതത്തെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ എന്നച്ഛൻ ചോദിക്കെ ചേട്ടന്റെ ജീവിതം എങ്ങനെയായാലും എനിക്കെന്താ എന്ന് നീതു. സീത വീണ്ടും ദേഷ്യത്തോടെ ഇന്ന് പ്രേമിന്റെയും നിന്റെയും വിവാഹമാണ്, മര്യാദയ്ക്ക് മണ്ഡപത്തിൽ വന്നിരിക്കെന്ന് പറയേ. നീതു ചോദിക്കുന്നുണ്ട്, ഞാൻ അവിടെ ഇരിക്കാനോ? നിങ്ങൾക്ക് ഇത്ര വിവരമില്ലേ? ഞാൻ നിങ്ങളുടെ പേരിൽ പോലീസ് കംപ്ലൈന്റ് കൊടുക്കും. എന്നെ ഭീഷണിപ്പെടുത്തി അമ്പലത്തിൽ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കാനാണോ പ്ലാൻ? ഞാൻ പോലീസിലേക്കൊന്ന് വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ജയിലിൽ കിടക്കും. പെറ്റമ്മയെ ജയിലിൽ കയറ്റി എന്നുള്ള പാവം കൂടി ഏൽക്കണ്ടെന്ന് വെക്കുമ്പോ നിങ്ങൾ എന്നെ അതിന് സമ്മതിക്കില്ലല്ലേ? എല്ലാവരും ജയിലിൽ പോവാൻ റെഡി ആയിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ പോലീസിനെ വിളിക്കുകയാണെന്ന് പറഞ്ഞ് നീതു തന്റെ മൊബൈൽ എടുത്ത് പോലീസിനെ വിളിക്കാൻ തുടങ്ങുക. അമ്മ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നീതു അവരെ തടയുകയാ. പിന്നീട് അഖിൽ വന്ന് അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങിക്കുകയാ. ഫോൺ താടാ എന്ന് പറഞ്ഞ് അവൾ അവനെ അടിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ പോലീസിൽ വിളിച്ചു പറഞ്ഞ് നിങ്ങളെ എല്ലാം അകത്താക്കുമെന്ന് നീതു അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അഖിൽ അവളുടെ മൊബൈൽ കൊടുക്കാതെ തന്റെ പോക്കറ്റിലേക്ക് ഇടുകയാ. സീതയും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, നീതു നീ പറയുന്നതൊന്ന് കേൾക്ക്, നിന്റെ കാല് പിടിക്കാം എന്നൊക്കെ അമ്മ പറയുന്നവൾക്ക് ദേഷ്യത്തോടെ. കൈയും കാലും പിടിച്ചിട്ടൊന്നും കാര്യമില്ല, ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല. നിങ്ങൾ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്? എന്നെ ചതിച്ച് കല്യാണം നടത്താമെന്നോ? അത് കേൾക്കെ അച്ഛനും കൈകൂപ്പി അവളോടായി പറയുന്നുണ്ട്, മോളെ ഞാൻ കൈകൂപ്പി അപേക്ഷിക്കുക, നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തെ കുറിച്ചെങ്കിലും നീ ഒന്ന് ഓർത്തു നോക്കെന്ന്. അത് കേൾക്കെ നീതുവും പറയുകയാ, വലിയ അഭിമാനമാണല്ലോ. ഒരുത്തനൊരു കാറ് വാങ്ങിയാൽ അയൽവക്കത്തുള്ളവർ അയാളോട് സംസാരിക്കില്ല. അത്രയ്ക്ക് അസൂയുള്ളൊരു നാടാണിത്. ഈ നാട്ടുകാർക്ക് വേണ്ടിയാണോ ഞാൻ എന്റെ പ്രണയം വേണ്ടെന്ന് വെക്കേണ്ടത്? നടക്കില്ല, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് നീതു അവിടുന്ന് പോവാനായി തുടങ്ങുമ്പോഴേക്കും അവളുടെ കയ്യിൽ കയറി പിടിച്ച് അഖിലും ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടടി പോകുന്നെന്ന്. അപ്പോഴേക്കും അവളുടെ അച്ഛൻ വീണ്ടും പറയുന്നുണ്ട്, നോക്കുമോളെ, ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാനും അമ്മയും ജീവനോടെ ഉണ്ടാകില്ല. അത് കേട്ട് നീതുവും പറയുകയാ, ജീവനോടെ ഉണ്ടാകണ്ട, നിങ്ങളൊക്കെ മരിക്കുന്നത് തന്നെയാ നല്ലത്. അത് കേൾക്കെ ഞെട്ടലോടെ പരസ്പരം നോക്കുകയാണ് സീതയും ചന്ദ്രനും. ദേഷ്യത്തോടെ അമ്മ പറയുന്നുണ്ട്, കണ്ടില്ല ഇവൾ അമ്പലത്തിൽ വെച്ച് പറയുന്നത്? അത് കേട്ട് നീതുവും, അമ്പലത്തിൽ വെച്ചല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം എന്നോട് ചെയ്തത്? ചത്ത് കളയുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയാ. എന്നിട്ടിപ്പോ ഞാൻ നിങ്ങളോട് മരിക്കാൻ പറഞ്ഞത് മാത്രം തെറ്റ്. എനിക്ക് പ്രേംചേട്ടനെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഇതെന്റെ ജീവിതമാ, അതത്രയ്ക്ക് അങ്ങ് നിസ്സാരമാക്കി കളയാൻ എനിക്ക് കഴിയില്ല എന്നവൾ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കെ അഖിലും പറയുകയാ, നീ എത്ര ബഹളം വെച്ചാലും നിന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും ഇവിടെ വരില്ല. നിന്റെയും പ്രേമിന്റെയും കല്യാണം ഇന്ന് ഈ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുമെന്ന് അഖിലും ഉറപ്പിച്ചു പറയുകയാ. അത് കേട്ട് നീതുവും പരിഹാസത്തോടെ, നടക്കും, നീ വേണമെങ്കിൽ അവനെ കല്യാണം കഴിക്കുക. ഞാനെന്തിനാ അവനെ കല്യാണം കഴിക്കുന്നത്? എനിക്കെന്റെ ഹരീഷില്ലേ? അത് കേട്ട് ദേഷ്യത്തോടെ സീത വീണ്ടും പറയുന്നുണ്ട്, എന്താടി നീ പറയുന്നത്? ഇന്ന് ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾ 3 പേരും ഇനി വീട്ടിലേക്ക് വരില്ല. ഞങ്ങൾ അങ്ങ് ചത്തുകളയും. നീ ഹരീഷിനെയും കെട്ടി സന്തോഷമായി ജീവിക്കുക. ഞങ്ങൾ 3 പേരും ഇല്ലാതായും നിനക്ക് ഹരീഷിനോടൊപ്പം സന്തോഷമായി ജീവിക്കുവാൻ കഴിയുമെങ്കിൽ നീ പോയി ജീവിക്കടി എന്നമ്മ പറയുന്നതുകൾക്ക് നീതവും പറയുന്നുണ്ട്, ഇങ്ങനെ സെന്റിമെന്റലായുള്ള സംസാരമൊന്നും ഇങ്ങോട്ട് വേണ്ട. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഈ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ലെന്നവൾ തീർത്തു പറയുകയാണ്. അത് കേൾക്കെ അമ്മയും, ഞങ്ങൾ ചത്തു കളയില്ലെന്നാണോ നിന്റെ വിചാരം? നീ ഇപ്പോ ആ മണ്ഡപത്തിൽ വന്നിരുന്നില്ലെങ്കിൽ ഞങ്ങളെ ആരെയും ഇനി നീ ജീവനോടെ കാണില്ല. വന്നിരിക്കെന്ന് പറഞ്ഞ് അമ്മ അവളെ പിടിച്ചു വലിക്കെ, പറ്റില്ല എന്ന് നീതുവും ഉറപ്പിച്ചു പറയുകയാണ്. അത് കേൾക്കെ അഖിലും, ഇവളോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ നോക്കുകയാണ് അഖിൽ. വീഴടാന്ന് പറഞ്ഞ് നീതുവും ബഹളം വെക്കുന്നുണ്ട്. അത് കാര്യമാക്കാതെ അവൻ നീതുവിനെ പിടിച്ചു വലിച്ച് കല്യാണ മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വാടി ഇങ്ങോട്ടെന്ന് പറഞ്ഞ് അവൻ അവളെ പിടിച്ചു വലിച്ച് പ്രേമിന്റെ അരികിലേക്ക് കൊണ്ടുചെന്ന് നിർത്തുമ്പോഴേക്കും അവൾ ചോദിക്കുന്നുണ്ട്, പ്രേം ചേട്ടാ, നിങ്ങൾക്കും വിവരമില്ലാതായോ? എനിക്ക് ഹരീഷിനെയാണ് ഇഷ്ടമെന്ന് പ്രേംചേട്ടൻ അറിയില്ലേ? എന്നിട്ടും എന്തിനാ എന്നെ കല്യാണം കഴിക്കാൻ വന്ന് നിൽക്കുന്നത്? അതുകൾക്ക് മിണ്ടാതെ നിൽക്കാനായി അഖിൽ അവളോട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. പ്രേമം പറയുകയാ, നീതു നിന്റെ ചേട്ടൻ എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൾക്ക് നീതുവും, എല്ലാം അറിഞ്ഞുകൊണ്ടാണോ എന്നെ കല്യാണം കഴിക്കാൻ വന്ന് നിൽക്കുന്നത്? എനിക്ക് വേറൊരാളെയാണ് ഇഷ്ടമെന്നറിഞ്ഞിട്ടും എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങിക്കെട്ടി വന്നിരിക്കുന്നു. നാണമില്ലേടോ തനിക്കെന്ന് അവൾ പരിഹാസത്തോടെ ചോദിക്കെ അഖിൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, മിണ്ടാതിരിക്കടി എന്ന് പറഞ്ഞ് പ്രേമിനോടായി, അളിയ ഒന്ന് ക്ഷമിക്ക്, ഇവള് പറയുന്നതൊന്നും കാര്യമായി എടുക്കല്ലേ. കല്യാണം കഴിഞ്ഞാൽ എല്ലാം റെഡിയാവുമെന്ന്. അതുകൾക്ക് നീതുവും, ഞാൻ ഒരിക്കലും റെഡിയാകില്ല. ഞാൻ ഹരീഷിനെ മാത്രമേ വിവാഹം കഴിക്കൂ. ഹരീഷ് ഇപ്പൊ വന്ന് വിളിച്ചാലും ഞാൻ ഇറങ്ങിപ്പോവും. ഒരു തവണ ഞാൻ ഹരീഷിന്റെ കൂടെ ഇതുപോലെ ഇറങ്ങിപ്പോയതാ, അതറിയാമോ നിങ്ങൾക്ക്? അന്ന് അവനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയില്ല. അതിനർത്ഥം ഞാൻ അവനെ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്നല്ല. കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ ഹരീഷിനെ മാത്രമേ കല്യാണം കഴിക്കൂ. ഇവര് പറയുന്നത് കേട്ട് എന്നെ കല്യാണം കഴിക്കാമെന്ന് പ്രേം ചേട്ടൻ വിചാരിക്കണം. ഒരിക്കലും എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല. എന്നോടൊരു വാക്കുപോലും പറയാതെ എന്നെ ഭീഷണിപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്ന് കല്യാണം കഴിപ്പിക്കാൻ നോക്കുന്നു എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കെ അമ്മയും വായടച്ചിരിക്കടി. നീ ഇപ്പോ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പ്രേമിനറിയാം. എല്ലാം അറിഞ്ഞിട്ടും നിന്നെ കല്യാണം കഴിക്കാനായി മുന്നോട്ട് വന്ന ഒരു നല്ല പയ്യനാ പ്രേം. മര്യാദയ്ക്ക് അങ്ങോട്ട് ഇരിക്കടി എന്ന് സീത പറയുന്നുണ്ടെങ്കിലും പറ്റില്ലെന്ന് പറഞ്ഞ് ബലം പിടിച്ചു നിൽപ്പാ നീതുവും. ദേഷ്യത്തോടെ നിൽക്കുന്ന പ്രേമിന്റെ അരികിലേക്ക് വന്ന് അഖിൽ പറയുന്നുണ്ട്.
അളിയ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, ഈ കല്യാണത്തോടെ എല്ലാം റെഡിയാവും. ഇപ്പോ പെട്ടെന്ന് അവൾ അറിയാതെ കല്യാണം നടത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാ അവൾ ഇങ്ങനെ പെരുമാറുന്നത്. നീ അങ്ങോട്ട് ഇരിക്കെന്ന് പറഞ്ഞ് പ്രേമിനെ പിടിച്ച് മണ്ഡപത്തിലേക്ക് ഇരുത്തുകയാണ് അഖിൽ. സീത അപ്പോഴേക്കും നീതുവിനെ പിടിച്ചു വലിച്ച് ഇരിക്കടി എന്ന് പറഞ്ഞ് പ്രേമിന്റെ അരികിലേക്ക് പിടിച്ചിരുത്തുകയാ. എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമില്ല, ഞാൻ ഈ ചേട്ടനെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞ് നീതു അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അഖിലും സീതയും അവളെ വീണ്ടും അവിടെ പിടിച്ചിരുത്തുകയാണ്. അപ്പോഴേക്കും അവരുടെ കുറച്ച് ബന്ധുക്കളും അയൽക്കാരുമെല്ലാം അങ്ങോട്ടെത്തുകയാണ്. ഗിഫ്റ്റുമായി അവർ വന്നതുകൊണ്ട് ഒരു ഞെട്ടലോടെ അവരെ നോക്കി. എന്താ എല്ലാവരും ഗിഫ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്? അപ്പോ എല്ലാം കരുതിക്കുട്ടിയുള്ള പ്ലാൻ ആയിരുന്നല്ലേ? എന്നെ വിട്ടേക്ക്, ഞാൻ പോവാ എന്ന് പറഞ്ഞ് ഇത് വീണ്ടും എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് അവളെ അവിടെ തന്നെ വീണ്ടും പിടിച്ചിരുത്തുകയാണ് സീത. ഇവിടെ നിന്ന് നീ എങ്ങോട്ടും പോകാൻ പോകുന്നില്ല, ഈ കല്യാണം കഴിഞ്ഞിട്ടേ നീ പോകൂ. പെട്ടെന്ന് താലി എടുത്തു കൊടുക്ക് തിരുമേനി എന്ന് സീത പറയുന്നുണ്ട്. അത് കേട്ട് നീതുവും തിരുമേനിയോടായി, എടോ വിവരമില്ലടോ തനിക്ക്, ഞാൻ ഇവിടെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നത് താൻ കേൾക്കുന്നില്ല, എന്നിട്ടാണോ ഇവിടെ മന്ത്രവും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ച് കൂടി നിൽക്കുന്ന ബന്ധുക്കളോടായി, എനിക്ക് ഹരീഷിനെയാണ് ഇഷ്ടമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ, എന്നിട്ട് ഗിഫ്റ്റും കൊണ്ട് വന്നിരിക്കുന്നു. എല്ലാവരും കൂടി എന്നെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാനാണോ പരിപാടി? ആരെങ്കിലും ഒന്ന് എതിർത്ത് സംസാരിക്കും, അല്ലെങ്കിൽ പോലീസിനെ ഒന്ന് വിളിക്കുന്ന അവൾ ടെൻഷനോടെ പറയുന്നുണ്ട്. പിന്നീട് അവൾ പ്രേമിനോടായി പറയുന്നുണ്ട്, ചേട്ടാ പ്ലീസ് ദയവ് ചെയ്ത് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറ്, എനിക്ക് ഹരീഷിനെയാണ് ഇഷ്ടം, എന്നെ ഒന്ന് മനസ്സിലാക്ക്, എനിക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലെന്ന് പറഞ്ഞ് വീണ്ടും അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ തുടങ്ങുകയും വാ ഇടയ്ക്കിടെ എന്ന് പറഞ്ഞ് അമ്മ അവളുടെ വാ പൊത്തി പിടിച്ച് അങ്ങോട്ട് ഇരുത്തുമ്പോഴേക്കും അവൾ അമ്മയുടെ കയ്യിൽ കടിക്കുകയാ. അമ്മയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നീ എത്ര ബഹളം വെച്ചാലും ആരും രക്ഷിക്കാൻ വരില്ല, എല്ലാവരും ഞങ്ങളുടെ കൂടെയാ, നിനക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, വേണ്ടാതിരുന്നോ അവിടെ എന്ന്. അത് കേട്ട് നീതുവും പറയുക, നിങ്ങൾ എല്ലാവരും മരിച്ചു കളയുമെന്ന് പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞ് പ്രേമിനോടായി, എടാ ഞാൻ ഹരീഷിനെ മാത്രമേ കല്യാണം കഴിക്കൂ, നിനക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാവില്ലേ എന്ന് ചോദിക്കെ പ്രേമം പുഞ്ചിരിയോടെ അവളെ നോക്കിയിരിക്കുകയാ. അത് കേട്ട് നീതു വീണ്ടും പറയുന്നുണ്ട്, നീ എന്റെ അരികിൽ ഇരുന്നുവെന്ന് ഹരീഷ് അറിഞ്ഞാൽ നിന്നെ വെച്ചേക്കില്ല, മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോടാ. അത് കേൾക്കെ പ്രേമം പറയുന്നുണ്ട്, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ നീതു ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്, കുറച്ചു സമയം നീ ഒന്ന് മിണ്ടാതിരിക്കുന്നു. അത് കേൾക്കെ നീതുവും ചോദിക്കുക, ഇത്രയ്ക്ക് മാനം കെട്ടവനാണോ നീ? വേറൊരാളെ പ്രണയിക്കുന്ന ഒരുവളെ കല്യാണം കഴിച്ച് കൂടെ ജീവിക്കാൻ കഴിയുമോ നിനക്ക്? ഒന്ന് ചിന്തിച്ചു നോക്കടാ എന്ന് നീതു പറയുന്നത് കേൾക്കെ പ്രേമം പറയുന്നുണ്ട്, എന്റെ കൂട്ടുകാരന് വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. അത് കേട്ട് നീതുവും പറയുക, അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പോയി ഒരു മലയുടെ മുകളിൽ നിന്നും താഴോട്ട് ചാട്, എന്തിനാ ഇങ്ങനെ എന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നതെന്ന്. തിരുമേനി പെട്ടെന്ന് താലിയെടുത്ത് കൊടുക്കുന്ന സീത പറയുമ്പോഴേക്കും തിരുമേനി താലിയെടുത്ത് കൊടുക്കുക. പ്രേം സന്തോഷത്തോടെ അത് വാങ്ങി എല്ലാവരെയും നോക്കി പുഞ്ചിരിയോടെ നീതുവിന്റെ കഴുത്തിലേക്ക് താലി കെട്ടാനായി ഒരുങ്ങുമ്പോഴേക്കും എന്തു ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ആലോചനയോടെ ഇരുന്ന് നീതുവും ഉറക്കെ വിളിച്ചു പറയുകയാ, ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. അതുകൾക്ക് ഞെട്ടലോടെ എല്ലാവരും പരസ്പരം നോക്കുമ്പോഴേക്കും താലി കെട്ടാൻ ഒരുങ്ങിയ പ്രേമം ഞെട്ടലോടെ അവളെ തന്നെ നോക്കിയിരിപ്പാ. നീതു അവന്റെ കയ്യിൽ നിന്ന് ആ താലി പിടിച്ച് വാങ്ങി വലിച്ചെറിഞ്ഞ് അവിടെയുള്ളതെല്ലാം തട്ടിത്തെറിപ്പിച്ച് അവിടെ നിന്ന് എഴുന്നേൽക്കുകയാ. ഇവളീ പറയുന്നതെല്ലാം പച്ചക്കള്ളമാ, ആരും വിശ്വസിക്കരുതെന്ന് സീത വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ ഞാൻ കള്ളമല്ല പറയുന്നത്, ഞാൻ 2 മാസം പ്രഗ്നന്റ് ആണ്. ഇക്കാര്യം ഹരീഷിനും അറിയാം. സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ഞങ്ങളുടെ കല്യാണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലറിഞ്ഞാൽ ഇതും പറഞ്ഞ് വഴക്കിടുമെന്നോർത്താ ഞാൻ പറയാതിരുന്നത് എന്നവൾ പറയേ സീതയും പറയുന്നുണ്ട്, മിണ്ടരുത് നീ, ഈ കല്യാണം മുടക്കാൻ നീ വേറൊരു വഴിയും കണ്ടില്ലേ എന്നവളോടായി ചോദിച്ച് പ്രേമിനോടായി, മോനെ ഇവള് പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്, ഇരിക്കെന്ന് പറയുകയാ. ചന്ദ്രനും പറയുന്നുണ്ട്, മോളെ നീ ഈ കല്യാണം മുടക്കാൻ വേണ്ടി ഇങ്ങനെ കള്ളം പറയരുത്, ഇത് നിന്റെ ജീവിതത്തിന്റെ കാര്യമല്ലേ എന്ന്. അത് കേൾക്കെ നീതുവും, അതുതന്നെയല്ലേ അച്ഛാ ഞാനും പറയുന്നത്, ഇതെന്റെ ജീവിതമാ, നിങ്ങൾക്കിപ്പോ എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, സ്കാൻ ചെയ്ത് നോക്കിയാൽ അറിയാലോ ഞാൻ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന്. ഞാൻ 4 തവണ ടെസ്റ്റ് ചെയ്തു, അപ്പോഴെല്ലാം പ്രഗ്നന്റ് എന്ന് തന്നെയാ കാണിച്ചത്. ഇപ്പൊ ഒരു പ്രഗ്നൻസി കിറ്റ് വാങ്ങിക്കൊണ്ട് വരികയാണെങ്കിൽ ഞാൻ ഈ സത്യം തെളിയിച്ചു തരാം, അതല്ലെങ്കിൽ ഹരീഷിന്റെ നമ്പർ എന്റെ മൊബൈലിലുണ്ട്, ഹരീഷിനെ വിളിച്ചൊന്ന് ചോദിക്കേ, ഞാൻ പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് അവൻ തന്നെ പറയും, അവന്റെ കുഞ്ഞാണ് എന്റെ വയറ്റിലുള്ളത് എന്ന് പറഞ്ഞ് പ്രേമിനോടായി, ഇപ്പോഴും നിനക്കെന്നെ കല്യാണം കഴിക്കണമെന്ന് നീതു ചോദിക്കുക. അത് കണ്ട അഖിലും, എടാ ഇവളെ വിശ്വസിക്കരുത്, ഇവൾ പറയുന്നത് പച്ച കള്ളമാണെന്ന് പറയുകയാ. അതുകൾക്ക് നീതുവും, ഏതെങ്കിലും ഒരു പെണ്ണ് താൻ പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറയുമോ? ഞാൻ ഉറപ്പിച്ചു പറയുകയാ, ഞാൻ പ്രഗ്നന്റ് ആണ്, അതും ഹരീഷിന്റെ കുഞ്ഞാണ് എന്റെ വയറ്റിൽ വളരുന്നത്, നിങ്ങൾക്കത് വിശ്വാസം വരുന്നില്ലേ എന്നവൾ ചോദിക്കുകയാ. അത് കണ്ട് സീതയും, എന്തിനാടി നീ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പോകുന്നത്, നിനക്ക് ഇങ്ങനെ പറയാൻ നാണമില്ലേ എന്നവളോടായി ചോദിക്കുകയാ. അത് കേട്ട് നീതുവും, ഞാൻ എന്തിനു നാണിക്കണം, എനിക്ക് ഹരീഷിനെ ഇഷ്ടമാണ്, ഹരീഷിന്റെ കുഞ്ഞാണ് എന്റെ വയറ്റിൽ വളരുന്നത്, ഈ സത്യം ഇപ്പോഴും പറഞ്ഞില്ലെങ്കിൽ ഇയാളുടെ ജീവിതം എന്തായി തീരും, ഈ ചേട്ടന്റെ ജീവിതം കൂടി ഞാൻ നശിപ്പിക്കുന്ന പോലെ ആവില്ലേ എന്ന് പറഞ്ഞവൾ പ്രേമിനോടായി, പ്രേം ചേട്ടാ ഞാൻ പ്രഗ്നന്റ് ആണ്, ഇതറിഞ്ഞിട്ടും നിങ്ങൾ എന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം,
ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് പ്രേം ഇതൊന്നും വിശ്വസിക്കരുത്, ഇവൾ കള്ളം പറയുകയാണെന്ന് അഖിൽ പറയുന്നുണ്ടെങ്കിലും താൻ കള്ളം പറയുകയൊന്നുമല്ല. നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യാം. പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് ഡോക്ടർ പറയുമല്ലോ. ഞാൻ ഹരീഷിന്റെ കുഞ്ഞിനെ പ്രസവിക്കും. ഇനിയും നിന്റെ ഫ്രണ്ട് ഓക്കെ ആണോ എന്ന് നീതു പ്രേമിനെ നോക്കി ചോദിക്കുന്നുണ്ട്. പ്രേമം ദേഷ്യത്തോടെ അഖിലിനോടായി, അഖിലേ, നീ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു, പക്ഷേ ഇത് മാത്രം പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് പ്രേമം അവന്റെ ഫ്രണ്ട്സും അഖിലിനെ കുറ്റപ്പെടുത്തുകയാ. അവൾ പറയുന്നതെല്ലാം കള്ളമാണെന്നും അവളെ വിശ്വസിക്കരുതെന്നും അഖിൽ സമർത്ഥിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവാതെ പ്രേമം അവന്റെ ഫ്രണ്ട്സും അവിടെ നിറങ്ങി പോവുകയാണ്. പ്രേം നിൽക്കെന്ന് പറഞ്ഞ് അഖിലും അവന്റെ പുറകെ ഓടുന്നുണ്ട്. നീ നിന്റെ ജീവിതം നശിപ്പിച്ചല്ലോടി എന്ന് പറഞ്ഞ് സീത നീതുവിനെ അടിക്കാനായി തുടങ്ങുമ്പോഴേക്കും ചന്ദ്രൻ അവരെ തടയുന്നുണ്ട്. സീതേ, ഇതൊരു അമ്പലമാണ്, ഇവിടെ കിടന്ന് ബഹളം വയ്ക്കരുത്, നമുക്കെല്ലാം വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് അവർ നീതുവിനെയും കൊണ്ട് അവിടെ നിറങ്ങുകയാ. അവിടെ അമ്പലത്തിലപ്പോഴേക്കും സുധീഷ് ശൂലം കുത്തി പ്രദക്ഷിണം പൂർത്തിയാക്കിയിരുന്നു. വെളിച്ചപ്പാട് ഉറഞ്ഞു തൊഴുമ്പോഴേക്കും എല്ലാവരും കൈകൂപ്പി പ്രാർത്ഥനയോടെ നോക്കി നിൽപ്പാ. സുഭാഷിന്റെ അടുത്തേക്ക് വന്ന് വെളിച്ചപ്പാട് സുഭാഷിനോടായി പറയുന്നുണ്ട്. അവസാനം അമ്മയുടെ സന്നിധിയിൽ എത്തിയല്ലേ, ഇനിയെല്ലാം നന്നായി വരും. ഇനി എന്തെങ്കിലും അമ്മയോട് ചോദിക്കാനുണ്ടോ എന്ന് വെളിച്ചപ്പാട് ചോദിക്കുമ്പോഴേക്കും സുഭാഷ് ഏട്ടന്റെ കല്യാണം എപ്പോ നടക്കുമെന്നറിയാൻ എന്ന് നിധി ചോദിക്കുന്നുണ്ട്. വെളിച്ചപ്പാട് അപ്പോഴും ഉറഞ്ഞുതുള്ളി പറയുക, നടക്കാതെ പോയ കല്യാണം നടക്കും. അതുകൾക്ക് പ്രാർത്ഥനയോടെ കൈകൂപ്പി ചാന്ദിനിയോട് ഒപ്പം നിൽക്കുന്ന സുഭാഷിനെ പുഞ്ചിരിയോടെ നോക്കുകയാണ് നിധിയും. സുധീഷിനെ ഒന്ന് നോക്കി വെളിച്ചപ്പാട് വീണ്ടും പറയുന്നുണ്ട്, നടന്നിട്ടും ഉറയ്ക്കാതെ പോയ കല്യാണം ഉറയ്ക്കുമെന്ന്. അതുകൾക്ക് സന്തോഷത്തോടെ നിധിയെ ഒന്ന് നോക്കുകയാണ് സുധീഷും. സുഭാഷും ചാന്ദിനിയും പ്രാർത്ഥനയോടെ കൈകൂപ്പുമ്പോൾ അവരുടെ തലയിലേക്ക് പൂക്കൾ എറിഞ്ഞ് അനുഗ്രഹിക്കുകയാണ് വെളിച്ചപ്പാടും. പിന്നീട് ചാന്ദിനിയും സുഭാഷും സന്തോഷത്തോടു കൂടി കളിച്ചു ചിരിച്ച് അവിടെ എല്ലാം ചുറ്റിക്കറങ്ങുകയാ. അവരങ്ങനെ സന്തോഷത്തോടെ കൊച്ചു വർത്തമാനവും പറഞ്ഞു നടക്കുന്നത് എല്ലാവരും സന്തോഷത്തോടെ ശ്രദ്ധിക്കുകയാ. സുനന്ദയുടെ മനസ്സിലും സുഭാഷും ചാന്ദിനിയും ഒന്നിക്കണമെന്ന് ആഗ്രഹമായിരുന്നു. പിന്നീട് വീട്ടിലെത്തിയ നിധി ഉമ്മറത്തിരിക്കുമ്പോഴാണ് സുധീഷ് അങ്ങോട്ട് വരുന്നത്. നിധി, ഇയാൾ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് സുധീഷ് ചോദിക്കെ ചുമ്മാ നിൽക്കുമായിരുന്നു. അടുക്കളയിൽ സുഭാഷ് ഏട്ടൻ കുക്കിങ്ങില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ വേണ്ടെന്ന് പറഞ്ഞ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അതാ ഇങ്ങോട്ട് വന്നിരുന്നതെന്ന് നിധി പറയുന്നുണ്ട്. അല്ല, സുഭാഷ് ഏട്ടൻ പാചകത്തിലാണെന്നോ? അമ്മായി എങ്ങനെ അടുക്കള വിട്ടുകൊടുത്തു എന്ന് സംശയത്തോടെ സുധീഷൻ ചോദിക്കുന്നു. നമ്മൾ അടുക്കളയിൽ പോയാലേ അമ്മായി മുഖം തിരിക്കുകയുള്ളൂ. സുഭാഷ് ഏട്ടൻ കയറിയാൽ ഒരു പ്രശ്നവുമില്ലെന്ന് നിധിയും പറയുക. അതിന് കാരണമുണ്ടല്ലോ, സുനന്ദയെ സുഭാഷ് ഏട്ടൻ വിട്ടുകൊടുത്തില്ലേ എന്ന് സുധീഷും പറയുന്നുണ്ട്. അവന്റെ കവിള് ശ്രദ്ധിച്ചുകൊണ്ട് ടെൻഷനോടെ അവൾ പറയുന്നുണ്ട്, സുധീഷിനിപ്പോ വേദനയുണ്ടോ? ചെറിയ വേദനയുണ്ട്, അതൊന്നും സാരമില്ല നിധി, നമ്മുടെ സുഭാഷ് ഏട്ടന് വേണ്ടിയല്ലേ, അത് കുഴപ്പമില്ലെന്ന് ചിരിയോടെ പറഞ്ഞ് നിധിക്ക് വേണ്ടി താൻ ഏത് വേദനയും സഹിക്കുമെന്ന് അവൻ മനസ്സിൽ പറയുകയാണ്.